മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇത് നോക്കുക. ഒരു കുഴിയിൽ 4 വാഴ, ഇത് ഏത്തവാഴയാണ്. ഒരു കുഴിയിൽ 4 ഏത്തവാഴയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പക്ഷേ പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമായിരിക്കാം. കാരണം ഇത് കുരയ്ക്കുമോ, ഇത് ശരിയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ നിരവധി സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, അവർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അപ്പം ഒരു ഏത്തക്കൊല വാങ്ങിച്ചാൽ അത് ആ കൂമ്പ്, പിന്നെ അതുപോലെ പിണ്ടി, ഇതെല്ലാം അവർ ഭക്ഷ്യയോഗ്യമാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ വാഴയുടെ കൂമ്പ്, അതിൻ്റെ പിണ്ടി, ഇതെല്ലാം തന്നെ ഔഷധ മൂല്യങ്ങൾ നിറഞ്ഞതും സ്വാദിഷ്ടമായ കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂട് വാഴ വെക്കുന്നുണ്ടേ ഒരു കൂമ്പ്, ഒരു കൊല, ആ ഒരു വാഴയുടെ പിണ്ടി ഇത്രേ കിട്ടത്തുള്ളൂ. ചെറിയൊരു കുടുംബമാണ്, ഒരു 3 പേരൊക്കെ ഉള്ള കുടുംബമാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആ ഉള്ള സ്ഥലത്ത് അത് ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്ത് 4 മൂട് വാഴ, ഏത്തവാഴ വെച്ച്. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ ഗ്രോ ബാഗിനകത്ത് ഈ വാഴ വിത്ത് മേടിച്ച് കിളിപ്പിച്ചാണ് ഇറക്കി വെച്ചത്. ഇതിപ്പോൾ 2ാമത്തെ വളപ്രയോഗമാണ്. ആദ്യം ഒരു വളം ചെയ്തു, ഇതിപ്പോൾ 2ാമത്തെ വളപ്രയോഗമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, മറ്റും നമ്മൾ ഒരു വാഴ വെച്ച് ഈ പറയുന്ന വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും വലിപ്പമുള്ള കൊല കിട്ടത്തില്ല. അതിനേക്കാട്ടിൽ ചിലപ്പോൾ ഒരു 2 കിലോയോ 3 കിലോയോ കുറവേ വരും. എപ്പോഴും ലാഭമാണ്. കാരണം ഒരു ചെറിയ കുടുംബത്തിന് 4 കൂമ്പ്, 4 കൊലയിൽ നിന്ന് 4 വാഴക്കൂമ്പ് കിട്ടും. പിന്നെ 4 വാഴയുടെ പിണ്ടികൾ കിട്ടും. അതുപോലെ 4 കൊലയും കിട്ടും. അവർക്ക് പല തവണയായിട്ട്, ഇപ്പം ഈ കൊലയെല്ലാം ഒരു ദിവസമായിട്ട് ആവത്തില്ല. ചിലപ്പോൾ ഒരു വാഴ കൊലച്ചിട്ട് 1 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത വാഴ കൊലയ്ക്കുന്നത്. ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞായിരിക്കും, 10 ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പം വിളഞ്ഞു വരാനും അത്രയും താമസം എടുക്കുന്നുണ്ടെങ്കിൽ ഈ 4 കൊലകൾ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായല്ലോ. അപ്പം ഇത് കണ്ടിട്ട് പിന്നെ കളിയാക്കുന്ന കക്ഷികൾക്ക് വേണ്ടിയല്ല, ഇത് കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കാനും ആ പരീക്ഷണത്തിൽ വിജയം കൊയ്യാനും അങ്ങനെ സംതൃപ്തി ഉണ്ടാകാനും ഒക്കെയുള്ള ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്തിട്ടുള്ള വളമെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ കണ്ടു, ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഇത് നമുക്കറിയാം ചാരമാണ്. എല്ലാ വാഴയ്ക്കും ചാരം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 4 വാഴയാണ് ഈ ഒരു കുഴിയിലുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതനുസരിച്ച് വളത്തിൻ്റെ അളവ് കൂട്ടണം. എന്ന് മാത്രമല്ല, ഒരു മാസത്തിൽ ഒരു തവണ ഇതേപോലെയുള്ള ഖരരൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കണം. അതുകൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കണം. അത് ഞാൻ പറയാം എന്താണെന്ന്, അതിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പം ഞാൻ ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഈ വാഴയുടെ ചുറ്റും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ വളത്തിൻ്റെ മുകളിൽ മണ്ണിടണം. നമ്മൾ ഇളക്കിയ മണ്ണൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മണ്ണ് വിട്ട് കൊടുത്തു. ഇതിന് തയ്യാറാക്കിയിരിക്കുന്ന ലായനി വളം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാ വാഴയ്ക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ലായനി വളമാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയാണ്. വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും. എല്ലുപൊടിയല്ല, വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും. വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും തുല്യ അളവിലെടുത്ത് ഒരു ജാറിലോ ബക്കറ്റിലോ നമ്മൾ ഇടുക. അതിന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് അടച്ചു കെട്ടി വെക്കുക. പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ ഇളക്കുക. ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വശത്തൂടെ മാത്രമേ ഇളക്കി കൊടുക്കാവൂ. തിരിച്ചും മറിച്ചും ഇളക്കരുത്. ഇടത്തുനിന്ന് വലത്തോട്ടാണെങ്കിൽ അങ്ങനെ മാത്രം ഇളക്കുക, തിരിച്ചാണെങ്കിൽ അങ്ങനെ മാത്രം ഇളക്കുക. കാരണം അത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ സൂക്ഷ്മജീവികളുണ്ടാവും. ആ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്
പെട്ടെന്ന് ഈ കായ്ഫലം തരാൻ. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം 3 മാസമായി. ഇതൊരു 3 മാസമായി. ഇനിയൊരു 5 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് കുലയ്ക്കണം. ആ രീതിയിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ അടങ്ങുന്ന ഈ വളം നമ്മൾ എന്ത് ചെയ്യണം, ബക്കറ്റിൽ നമ്മൾ അതിൽ നിന്ന് കോരിയെടുത്ത് 5 ഇരട്ടി വെള്ളം ചേർത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നോക്കിയിട്ട് അപ്പോൾ ഇത് ആഴ്ച ഒരു പ്രാവശ്യം നമ്മൾ ഇത് ചെയ്തു കൊടുക്കണം. എങ്കിലേ ഈ പറയുന്ന നമ്മൾ വെച്ചതിന് ശേഷം 5-ാമത്തെ മാസം കൊല കിട്ടത്തുള്ളൂ. 2 മാസം ഇത് 1 മാസം ഗ്രോ ബാഗിനകത്ത്, 1 മാസം നട്ട് ഇതിനകത്ത് വേറെ ഇറങ്ങാൻ, പിന്നെ 5 മാസം. അപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചതിന് ശേഷം, മണ്ണിൽ വെച്ചതിന് ശേഷം 5-ാമത്തെ മാസം നമുക്ക് 4 കൊലകൾ കിട്ടും. തീർച്ചയായിട്ടും ഇത് താല്പര്യമുള്ളവർ, ഇതിന് കൗതുകം തോന്നുന്നവർ നമ്മുടെ മുറ്റത്ത് ഒരു കുഴിയിൽ 4 വാഴ അടുപ്പിച്ചടുപ്പിച്ച് കുലച്ചു നിൽക്കുന്ന ആ കൗതുകരമായ കാഴ്ചകൾ ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്തരത്തിലുള്ള കൃഷി രീതികളും കൃഷി കാഴ്ചകളും ഒക്കെ കാണാൻ ഇഷ്ടമെങ്കിൽ, താല്പര്യമെങ്കിൽ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാൻ, അറിവുകളെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, വേറെ ആരുടെയും സഹായം വേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് തുച്ഛമായ ചിലവേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ അങ്ങേയറ്റം പോലെ ഒരു 15 രൂപയുടെ വളമേ ഇതിനിട്ടിട്ടുള്ളൂ. എല്ലാം കൂടി 2 കിലോ വേപ്പിൻ പിണ്ണാക്കും 2 കിലോ കടലപ്പിണ്ണാക്കും കൂടെ നമ്മൾ ഇത്തരത്തിൽ ലായനി വളം ഉണ്ടാക്കി വെച്ചാൽ ഇത് കുലയ്ക്കുന്ന വരെ ഒഴിക്കാനുണ്ട്. അപ്പോൾ എന്തോ ചിലവുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി രീതികളൊക്കെ കാണാനും ആ അറിവുകൾ ശേഖരിച്ച് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.